പത്തരമാറ്റിലെ അടുത്ത ആഴ്ചത്തെ പ്രമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അവസാനം അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയ ദിവസം എത്തുകയാണ്. അങ്ങനെ നിശ്ചയത്തിനായി അവന്തികയും അനിയും കൂടെ ഒരുങ്ങി വരികയാണ്. അതിനുശേഷം മുത്തശ്ശൻ നിശ്ചയത്തിനുള്ള മോതിരം എടുത്തു കൊടുക്കുകയാണ്. അപ്പം അനിക്കാണെങ്കിൽ നിവർത്തിയില്ലാതെ മോതിരം ഇടാൻ കൈ നീട്ടി കൊടുക്കുകയാണ്. അങ്ങനെ അവന്തിക ഭയങ്കര സന്തോഷത്തോടെ മോതിരം ഇടാനൊക്കെ വരികയാണ്. അപ്പോഴാണ് നൃത്തമെന്നും പറഞ്ഞുകൊണ്ട് അനാമികയും അച്ഛനും അമ്മയും കൂടെ കയറി വരുന്നത്. ആകപ്പാടെ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പം ഈ നിശ്ചയം നടക്കാൻ പറ്റത്തില്ലെന്ന് അനാമികയുടെ അച്ഛനും കൂടെ പറയുന്നുണ്ട്. ബന്ധം വേർപിരിയാതെ വേറൊരു വിവാഹ നിശ്ചയം നടത്താൻ പറ്റത്തില്ല അനിയെന്നും പറഞ്ഞുകൊണ്ട് അനാമികയുടെ അച്ഛനും കൂടെ ബഹളം വെക്കുന്നുണ്ട്. അവസാനം ഗതികെട്ട് മുത്തശ്ശൻ്റെ നിന്ന് അടിയും വാങ്ങിച്ച് കൂട്ടുന്നുണ്ട് അനാമികയുടെ അച്ഛൻ. അങ്ങനെ ഈ സമയത്ത് ജലജ പറയുന്നുണ്ട്, ഇനി എന്ത് തടസ്സം ഉണ്ടായാലും ഇവരുടെ വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം അച്ഛാ, മുഹൂർത്ത സമയം കഴിയുന്നതിന് മുമ്പ് നിശ്ചയം നടത്തണമെന്ന് പറഞ്ഞ് ജലജ പറയുന്നുണ്ട്. ഈ സമയത്താണ് ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത്. അതിൽ നിന്ന് നമ്മുടെ നന്ദു ഇറങ്ങി വരുന്നുണ്ട്. നന്ദു ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ ഇറങ്ങി വരുന്നത്, പക്ഷേ വിഷമവും ഉണ്ട്. അങ്ങനെ നന്ദു വന്ന് നിൽക്കുമ്പം മുത്തശ്ശൻ കാര്യം അന്വേഷിക്കുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, അനാമിക ഒരു പരാതി തന്നിട്ടുണ്ട്, വിവാഹബന്ധം വേർപിരിയുന്നതിന് മുമ്പ് തന്നെ നിശ്ചയം നടത്തുന്നെന്നും പറഞ്ഞ് ഒരു പരാതി നടന്നിട്ടുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ പരാതിയിൽ ഒരു കഴമ്പുമില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, പക്ഷേ തന്ന പരാതിയിൽ എനിക്ക് ആക്ഷൻ എടുത്തേ പറ്റൂ. എന്തായാലും നന്ദുവിൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു നോക്കും, പക്ഷേ നന്ദു ആണെങ്കിൽ ആ നിശ്ചയം നടത്താൻ എന്തായാലും സമ്മതിക്കത്തില്ല. അവസാനം ജലജ പറയും, ഇത് നന്ദും കൂടെ ചേർന്നുള്ള കളിയാണെന്ന് പറയും. എന്തായാലും അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം മുടങ്ങുക തന്നെ ചെയ്യും. ഇതൊക്കെയാണ് പ്രമോ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.